നമസ്കാരം. ഇന്ന് നമ്മൾ കൊട്ടാരക്കരയിലെ വളരെ ഫേമസ് ആയ ഒരു വ്യക്തിയുണ്ട്. കണ്ടാൽ മനസ്സിലാവും. മധു രാജൻ എന്ന് പറഞ്ഞ ന്യൂസ് 24-ൻ്റെയൊക്കെ അമേരിക്കയിൽ നിന്ന് വളരെ വ്യക്തമായ വാർത്തകൾ. ഇപ്പോൾ തന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹം SKയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെ വളരെയേറെ പ്രസക്തമായൊരു വിഷയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിൻ്റെ രാജാവെന്നുള്ള കൺസെപ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, പക്ഷേ യഥാർത്ഥത്തിൽ മധുചാനയൊക്കെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി, അവരുടെ പ്രസിഡന്റും ലോക രാജാവ് എന്ന് അതിൽ അഹങ്കരിക്കുന്നവരാണ് അമേരിക്കയിൽ പോകുന്നവരായ മലയാളികളും അതോടൊപ്പം തന്നെ US-കാരും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കടന്നുകയറ്റങ്ങളെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം മനുഷ്യൻ്റെ ജീവന് വിലയുണ്ട്, സ്വത്തിന് വിലയുണ്ട്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് അച്ചായൻ്റെ പഴയ കാലത്തിൽ ഞങ്ങളുടെയൊക്കെ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം കിങ്സ് രായൻ സാർ എന്ന് പറഞ്ഞ അച്ചായൻ്റെ രായൻ സാറിൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊട്ടാരക്കര കോളേജ് പോലെ ഒരു കോളേജായിരുന്നു കിങ്സ് കോളേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ച് പോകാം. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടികളോട് അമേരിക്കയുടെ ജനത, ഇപ്പം മംദാനി പോലും അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയം ഉള്ള വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് ലഭിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ അന്ന് ലോകത്ത് ഇങ്ങനെ കമ്മ്യൂണിസത്തെ വെറുക്കുന്ന ഒരു രാജ്യത്ത് എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിനോട് അവിടുത്തെ ജനങ്ങൾ ഈ പറയുന്ന ട്രംപിൻ്റെ ഈ കാഴ്ചപ്പാടിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിർപ്പുകൾ കൂടി വരുന്നുണ്ട് എന്നുള്ള കൺസെപ്റ്റ് ശരിയാണ്? നെൽസ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഉത്തരം പറയുന്നതിന് മുന്നേ നെൽസനെ ഞാനൊരു കാഴ്ച കാണിക്കാം. ഇപ്പോൾ SKൻ്റെ കാര്യമില്ലേ പറഞ്ഞു, ആ ക്ലാസ് റൂമിൽ നിന്ന് കാണിച്ച് അങ്ങോട്ട് അത് തിരിച്ച് അല്ല ഇങ്ങനെ. ഇത് 45 വർഷം മുന്നേ SK പഠിപ്പിച്ച ക്ലാസ് റൂമാണ് ഈ ബിൽഡിങ്. അത് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തു. ഓ ശരി. കിങ്സിന്റെ ആദ്യത്തെ ഓടിട്ട ഷെഡാണ്. അദ്ദേഹം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടോ? തുടങ്ങുന്നത്. ശ്രീകണ്ഠൻ നായർ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിച്ചത്? അദ്ദേഹം ഹിസ്റ്ററി ആയിരുന്നു തോന്നുന്നു. ഓ ശരി. എന്നിട്ട് ഇവിടുന്നാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടുന്നാണോ? എനിക്ക് ഏതാണ്ട് 5 വയസ്സേ ഉള്ളൂ. തൃശ്ശൂർ രാമവർമ്മ കോളേജിലോട്ട് പോയി, പിന്നെ അവിടുന്ന് ആകാശവാണിയിലേക്ക് പോയി. ഇനി പിന്നെ നെൽസൺ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇപ്പം നമുക്ക് ചില സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പം കോൺഗ്രസിന് കൂടുതൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഗ്യാരൻറ്റീഡ് മണ്ഡലങ്ങൾ മുസ്ലിം ലീഗിന്, അല്ലെന്നുണ്ടെങ്കിൽ CPMന് നമുക്ക് പല മണ്ഡലങ്ങളുണ്ട്. അതുപോലെ ന്യൂയോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രാറ്റുകൾക്ക് ഒരു കുറ്റിച്ചൂല് നിന്നാലും ജയിക്കുന്ന സ്ഥലമാണ്. ഇപ്പം എനിക്ക് കൊട്ടാരക്കര പോലെ അവിടെ ജനിച്ച് വളർന്ന് കോരി കളിച്ച് വളർന്നെന്ന് പറയാം ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയത്തില്ല ന്യൂയോർക്ക് നഗരത്തിൻ്റെ പൾസ്, പൊളിറ്റിക്കൽ പൾസ്. അപ്പോൾ ഒരു ന്യൂയോർക്ക് മേയർ സാധാരണ രീതിയിൽ ജയിച്ചു പോകുമായിരുന്ന ഒരു വിഷയം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ വേൾഡ് മാപ്പിലേക്ക്, ന്യൂസ് മാപ്പിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്തിനാണ് അങ്ങനെ ചെയ്തത്? കാര്യം നമ്മൾ യൂട്യൂബിൽ പോയാൽ മംദാനി ഇങ്ങനെ വോട്ട് ചോദിക്കുമ്പോൾ ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഈ മംദാനിയെ പോപ്പുലർ ആക്കിയത് ഡൊണാൾഡ് ട്രംപാണ്. അതെന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതാണ് ഡൊണാൾഡ് ട്രംപ്. കാരണം അദ്ദേഹം 4 വർഷം വൈറ്റ് ഹൗസിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാധീനമുള്ള ഒരു മേയർ വരണമെന്ന് അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിച്ചു കാണും. അതായിരിക്കും ഒരു പിന്നാമ്പറ സ്ക്രിപ്റ്റിംഗ്. പക്ഷെ അവിടെ ഡെമോക്രാറ്റ് ആണല്ലോ വന്നത്. അന്ന് ഉറപ്പായിട്ട് വരും. ഇനി മംദാനി അല്ല, ഇനി നെൽസൺ പോയി നിന്നാലും വരും. ഡെമോക്രാറ്റ് ടിക്കറ്റ് ആണെങ്കിൽ ഗ്യാരൻറ്റീഡാ. അത് ഡൊണാൾഡ് ട്രംപിനാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അതുകൊണ്ട് അയാൾ റിപ്പബ്ലിക്കൻസിനെ ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. ട്രംപ് വിരുദ്ധ വോട്ടുകൾ ട്രംപ് തന്നെ മംദാനിയിലേക്ക് ഒഴുക്കിയെടുത്തു. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ മംദാനി ഡൊണാൾഡ് ട്രംപിന്റെ മേശയുടെ സൈഡിൽ ഇങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ അനുസരണയോടുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാനും സാധിച്ചു. പക്ഷേ വെൻസുല പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ശക്തമായ ഒരു എതിർപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതെല്ലാം പറയും. കാര്യം വെൻസുലയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ അവിടുത്തെ ഈ ഓയിൽ മിനിസ്റ്ററാണ് ഡെൽസി റോഡ്രിഗോസിന്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ പിന്തുണയില്ലാതെ അവിടുത്തെ ഒരു പ്രസിഡന്റിനെ ഒരിക്കലും ഡൊണാൾഡ് ട്രംപിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം CIA ഏതാണ്ട് ഓഗസ്റ്റിൽ തന്നെ വെൻസുലയിൽ കയറിയതാണ്. വെൻസുലയിൽ കയറിയിട്ട് അത് വ്യക്തമായ പ്ലാനോടുകൂടി ഇപ്പം രാഷ്ട്രീയക്കാരായാലും അനുയായികൾക്ക് വേണ്ടി ചില പ്രസ്താവനകൾ ഇറക്കും. ലോകത്തെല്ലായിടത്തും, കേരളത്തിലായാലും എവിടെ ആയാലും ഉണ്ട്. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് അതിൽ നിന്ന് ഏറെ ദൂരെയായിരിക്കും. അപ്പം വെനൻസുലയിൽ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്.
ഡെൽസി റോഡ്രിഗോസും അവരുടെ ഭർത്താവിൻ്റെയും പിന്തുണയോടുകൂടി തന്നെയാണ് അമേരിക്കൻ സൈന്യം ആ പ്രസിഡന്റിനെ അവിടുന്ന് പൊക്കിയെടുത്ത് ന്യൂയോർക്ക് സിറ്റിയിൽ കൊണ്ടുവരും. പക്ഷേ അവിടുത്തെ ഒരു ഡെമോക്രാറ്റുകളെല്ലാം, വെനസ്വേലയുടെ ഡെമോക്രാറ്റുകളെല്ലാം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പം വളരെയേറെ ഹാപ്പിനെസ് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം വെനസ്വേല എന്ന് പറയുന്ന രാജ്യം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ്. അതെ, 20% ലോകത്തിന്റെ അവിടെ. പക്ഷേ അവർ സാമ്പത്തികമായിട്ട് ഓരോ വർഷം കഴിയും തോറും കീപ്പോട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഈ മദൂര വന്നതിന് ശേഷം. മദൂര ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ? മദൂരയ്ക്ക് ചൈനയുമായി വളരെ ബന്ധമുണ്ട്. പക്ഷെ അമേരിക്ക നേരിടുന്ന ഒരു പ്രശ്നം ഇന്ന് ഞാൻ രാവിലെ ലൈവിൽ പറഞ്ഞതുപോലെ സ്ട്രിങ് ഓഫ് പേൾസ്, മോള് കേട്ടോണം, സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞ അങ്ങനെയാണ് ആ പേരിൽ അറിയപ്പെടുന്നത്. ചൈന വളരെ തന്ത്രപരമായിട്ട് ഇന്ത്യക്ക് ചുറ്റിനും ഉള്ള ഒരു മുത്തുമണി പോലെ ഉള്ള ചെറു രാജ്യങ്ങളെല്ലാം അവരുടെ തന്ത്രപരമായ തുറമുഖങ്ങളെല്ലാം ചൈനയാണ് നിയന്ത്രിക്കുന്നത്. ഇപ്പം മാലിദ്വീപ് ആയാലും കൊളംബോ ആയാലും പാകിസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ഓപ്പറേഷനുള്ള ഒരു തുറമുഖം തന്നെ ഉണ്ട്. അതായത് വേണ്ടി വന്നാൽ സൈനിക നടപടിക്ക്. അപ്പൊ ഇന്ത്യയെ വളഞ്ഞിട്ട് പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇതേ രീതിയിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അമേരിക്കയിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്കെല്ലാം ചുറ്റിനുമുള്ള പ്രോപ്പർട്ടി ചൈന വാങ്ങിച്ചു കഴിഞ്ഞു. ഓ അത് ശരി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ ഒരു ചൈനീസ് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, വിശ്വസിക്കാൻ പറ്റും. ന്യൂയോർക്ക് നഗരത്തിൽ അതായത് പോലീസ് സ്റ്റേഷന്റെ പേരിലല്ല അത് അവിടെ നടക്കുന്നത്. അപ്പൊ നെൽസനെ ചൈനയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട് അവർക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഇവിടേക്ക് വിളിച്ചു വരുത്തും. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി എടുക്കാനാണ് അല്ലെ എന്തെങ്കിലും പറഞ്ഞു. അവിടുന്ന് നേരെ പ്ലെയിനെ കയറ്റി ചൈനയിലെത്തിക്കും. നിങ്ങളൊരു പിടികിട്ട പുള്ളിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൈനയ്ക്ക് ആവശ്യമുള്ള ഒരാളാണെങ്കിൽ. അപ്പൊ യഥാർത്ഥത്തിൽ അതൊരു പോലീസ് സ്റ്റേഷന്റെ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതിന്മേൽ ഗവൺമെന്റിന്റെ റോളില്ല. US ഗവൺമെന്റിന് നിയമപ്രകാരം പരിമിതികളുണ്ട്. നമ്മുടെ OCA കാർഡ് പോലൊക്കെയുള്ള ഒരു ഡോക്യുമെന്റേഷൻ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അല്ലെ വ്യക്തമായ തെളിവോട് കൂടിയേ പറ്റൂ. ഇപ്പൊ ഇന്ത്യ നേരിടുന്ന ഇതേ പ്രശ്നമാണ് അമേരിക്ക നേരിടുന്നത്. അമേരിക്ക ഏറ്റവും കൂടുതൽ നേരിടുന്നത് മയക്കുമരുന്നാണ്. അപ്പം ചൈനയിൽ നിന്ന് വരുന്ന ഫെന്റാനയിൽ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പോയിട്ട് അവിടുന്നാണ് ഈ നാർക്കോട്ടിക് അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് സംഘങ്ങൾ വഴി അമേരിക്കയിലേക്ക് കടത്തുന്നത്. അപ്പൊ ഈ ചൈനയ്ക്ക് തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നല്ല നിയന്ത്രണമുണ്ട്. തെക്കൻ സൈഡില്. ഇനി വേറെ കാര്യമുണ്ട്, പലർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. മെക്സിക്കോയിലൊക്കെ ഡൊണാൾഡ് ട്രംപ് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല. മയക്കുമരുന്നിന് അയാൾ ഡെഡ് അഗൻസ്റ്റാ. പിന്നെ ട്രംപിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരാളെ പിടിച്ച് കോടതിയുടെ മുന്നേ കൊണ്ടുവന്ന് അത് വാദിച്ച് അതിന്റെ വിധിക്ക് വേണ്ടി ഒന്നും കാത്തിരിക്കത്തില്ല. കരീബിയൻ ദ്വീപുകളിൽ നിന്ന് വന്ന എല്ലാ മയക്കുമരുന്ന് കപ്പലുകളും ബോംബിട്ട് വന്നു. പക്ഷെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എലോൺ മസ്ക് എന്ന് പറയുന്ന ആള് ഡൊണാൾഡ് ട്രംപുമായിട്ട് ചേർന്നാണ് ഇപ്പോഴത്തെ ഇലക്ഷന് നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളും പൊതുവെ ഈ അന്തർദേശീയ രാഷ്ട്രീയത്തിലൊക്കെ താല്പര്യമുള്ള ഞങ്ങളെ പോലുള്ളവരൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്കായാലും അവരുടെ ആരാധനാ പുരുഷനാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ട്രാക്ക്, ലൈഫ് ഓഫ് ട്രാക്ക്, ഇറ്റ് വാസ് വെരി അട്രാക്റ്റീവ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, യുവാക്കളുടെ ഒരു മാതൃക. ബട്ട് അദ്ദേഹം ഈ ലഹരിക്ക് ഒരു അടിമയാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് പറയുന്നതിന് പരിമിതികളുണ്ട്. ഓക്കെ. അതുമാത്രമല്ല മസ്ക് ഇപ്പം നമുക്കിപ്പം അതാ ഞാൻ ചോദിക്കാൻ വന്നത്, ഈ ട്രംപും മസ്കും ഇത്രയും കമ്പനി ആയിട്ടും അവിടെ ഒരു വ്യത്യസ്ത അഭിപ്രായത്തിലേക്ക് അവർ പറയുന്നത് ഒരു ഡീൽ മേക്കറാണ്. ഇപ്പം നെൽസൺ ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു കച്ചവടത്തിന് വരുവാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് നെൽസൺ ജനിച്ച അന്ന് മുതലുള്ള മുഴുവൻ കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മുന്നിലിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇദ്ദേഹത്തിനൊന്നും അറിയത്തില്ല എന്നുള്ളത്. പക്ഷെ അത് നന്നായിട്ട് ഹോംവർക്ക് ചെയ്യും. എനിക്ക് ഒരു സംശയം ഇടയ്ക്ക്, അച്ഛൻ ഒരു റിപ്പബ്ലിക്കൻ ആണോ? ഞാൻ ഈ രണ്ട് പാർട്ടികളുമല്ല. പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇപ്പം നാട്ടിലായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ളതും കോൺഗ്രസിലുള്ള ആൾക്കാരെയും ഇപ്പൊ ലീഡർ കരുണാകരനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ഛാശക്തിയുണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ. ഇപ്പം മുഖ്യമന്ത്രി പിണറായി ഡൊണാൾഡ് ട്രംപിന്റെ അതേ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാനൊരു പ്രോജക്റ്റായിട്ട് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിക്കുണ്ടോ? നരേന്ദ്രമോദിയുടേതായ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ട്. കാര്യം മന്ത്രിസഭയിൽ വന്നിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ ജയശങ്കർ ആയാലും ഓരോ ഏരിയയിൽ പുള്ളി നേരത്തെ സുഷമ സ്വരാജ് ആയാലും കൃത്യമായ ആൾക്കാരുടെ പ്ലേസ്മെന്റ് ഉള്ളത്. അപ്പം മന്ത്രിതല രീതിയിൽ കാര്യങ്ങൾ ആ ഒരു ആള് ഒരു ലീഡർഷിപ്പ്
ആഗ്രഹിക്കുന്ന രീതി കൊണ്ടെത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ പിണറായിലേക്ക് വരുവാണെങ്കിൽ നമ്മളിപ്പോ കൊട്ടാരക്കരയിൽ ഒരു പാലം പണിയണമെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ അതിനപ്പുറം ഇപ്പുറം കിടക്കുന്ന വസ്തു ആരാന്ന് വരെ അന്വേഷിച്ചിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ആളിനോട് ഒരു പ്രത്യേക ഒരു താല്പര്യം തോന്നും. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ്. പുരോഗമനത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ അവരെ ഉൾക്കൊള്ളേണ്ടി വരും. നമ്മുടെ ആൾക്കാരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യും. ഇപ്പൊ നമ്മുടെ ഈ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ, കൃത്യമായ ഒരു ട്രംപ് വിരുദ്ധത എല്ലാ ദിവസവും ഇടിച്ചു കയറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ലോകത്ത് ഇന്ത്യക്ക് ഏറ്റവും നല്ല പാർട്ട്ണർ എന്ന് പറയുന്നത് അമേരിക്കയാണ്. പക്ഷെ അത് അയഞ്ഞു വരികയാണല്ലോ. ഇപ്പൊ തന്നെ ഇന്ത്യയിലെ വിസ സംവിധാനത്തിൽ നമ്മൾ പറഞ്ഞ നമ്മുടെ HB-A1 ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ നെൽസൺ നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല. H1B വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നെൽസന്റെ വീട്ടില് ഒരു കല്യാണം നടക്കും. അപ്പൊ ആ കല്യാണം നടക്കുന്ന ദിവസവും അതിന്റെ പിറ്റേന്നും ഒക്കെ കുറച്ച് കൂടുതൽ തൊഴിലാളികളെ ആവശ്യമുണ്ട് കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ. അതായത് താൽക്കാലിക ജോലിക്കാരായിരിക്കും അവര്, സ്ഥിരം ജോലിക്കാരല്ല. സ്ഥിരം വീട്ടിലൊരു കുക്കോ കാര്യങ്ങളൊക്കെ കണ്ടെന്നിരിക്കും, ഡ്രൈവറൊക്കെ കണ്ടെന്നിരിക്കും. ഈ കല്യാണം കഴിഞ്ഞാൽ ഇവർ പൊയ്ക്കോണം. പക്ഷെ അങ്ങനെ പോകാത്തവരവിടെ H1B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US കോൺഗ്രസ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് താൽക്കാലിക ജീവനക്കാരായിട്ടാണ്. അതായത് ഇപ്പം എന്റെ കമ്പനിയിൽ നമുക്ക് അങ്ങോട്ട് നടക്കണം. ഇപ്പൊ എന്റെ കമ്പനിയിലേക്ക് ഒരു പെട്ടെന്നൊരു പ്രോജക്റ്റ് അച്ഛനെ നടത്ത ആരോ ഇതാവുന്നുണ്ടോ? ഞാൻ 1 മണിക്കൂറാണ്. ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ഒരു 8 കിലോമീറ്റർ മിനിമം നടക്കുന്നവരാ. ഓക്കെ അച്ഛാ പറഞ്ഞു. കാരണം നമുക്ക് ഇത് കേൾക്കുമ്പോഴേ ഇപ്പൊ എന്നെ കേൾക്കുന്ന നമ്മുടെ അരുൺ ചെറിയാൻ പൂച്ചക്കുടി പുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വളരെ ക്യൂരിയോസിറ്റി ഉള്ള നല്ല ചെറുപ്പക്കാരാണ്. മനസ്സിലാവുന്നു. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നും പറയുന്ന സമയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമയമായതുകൊണ്ടായിരിക്കും ആൾക്കാർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്. ഓക്കെ, എനിവേ ഈ നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് ഒരു സിവിക് സിസ്റ്റം ഉണ്ട്, നമ്മുടെ ഒരു രീതിയുണ്ട്. കൊട്ടാരക്കരയ്ക്ക് തൃശ്ശൂർ ചെല്ലുമ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പൊ അമേരിക്കയിലെ ഒരു സിവിക് സിസ്റ്റത്തിനെ ആ ഒരു എക്കോ സിസ്റ്റത്തിനെ ദുർബലമാക്കുന്ന രീതിയിലുള്ള നടപടികൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഇന്ത്യക്കാരിൽ നിന്നാണ്. അതായത് പള്ളിയിൽ ഒരു പെരുന്നാൾ നടന്നാൽ റോഡിലേക്ക് പോകും. അമേരിക്കക്കാർ അതൊന്നും ശീലിച്ചിട്ടില്ല. അതുപോലെ ഇപ്പം നമുക്ക് ഏതെങ്കിലും ആഘോഷങ്ങൾ വന്നാൽ മാലപ്പടക്കം വെടിക്കെട്ട് ഒക്കെ പാർക്കിംഗ് ലോട്ടിൽ കഴിഞ്ഞിട്ട് അവരങ്ങ് പോകും, അത് ക്ലീൻ ചെയ്യത്തില്ല. ഇപ്പൊ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂൾ അല്ലെ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂള് അവിടെ പോയി ചന്ദ്രിക സോപ്പിട്ട് കുളിച്ചു കളയും. ഇനി നിങ്ങൾ എയർപോർട്ടിൽ പോയാൽ 35% പാസഞ്ചേഴ്സ് ഇന്ത്യക്കാര് വീൽ ചെയറിലാണ് പോകുന്നത്, അവർക്ക് ആവശ്യമില്ലെങ്കിൽ. കാര്യം വീൽ ചെയറിലുള്ളവർക്ക് പ്ലെയിനിൽ ആദ്യം കയറാൻ പറ്റും. അതുകൊണ്ട് ഇതെല്ലാം ദുരുപയോഗം ചെയ്തു. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ ഇപ്പൊ കൂടുതലായിട്ട് ബംഗാളികൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവരിതേ രീതികൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ശരിയാണ്. അവര് ഇപ്പം ഞാനവിടെ 25 വർഷമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു, ഒരു പ്രശ്നമില്ല. 50 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ ഗോഡ് ഫാദർ ഡിഫൻസ് കോൺട്രാക്ട്. അല്ല, അത് മാത്രമായിട്ടാണോ? ഞാൻ ഒരു കാര്യം സംശയം ചോദിച്ചിട്ട്, ഇപ്പൊ ജനറിക് മെഡിസിന്റെ കേസിനകത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമാണ്, അവര് ടാക്സ് ഫ്രീ ആയിട്ട് ജനറിക് മെഡിസിനെ ഉൾക്കൊള്ളുമ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഏത് സാധനം ചെന്നാലും അവർ ചുമത്തുന്ന നികുതി എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ ട്രംപ് പറയുന്നത് ഞാനത് 500 മടങ്ങാക്കുന്നു. അതൊരു റിവഞ്ചായിട്ട് മാത്രം കാണുമ്പോൾ ലോകത്ത് ഇത്രമാത്രം മാൻ പവർ റിസോഴ്സസ് കൊടുക്കുന്ന ഒരു രാജ്യത്തെ കൺസിഡർ ചെയ്യുന്ന വളരെ മോശമായിട്ടല്ലേ ട്രംപ് ചെയ്യുന്നത്? നെൽസൺ, ഇതിനകത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻഫോസിസ് ആയാലും നമ്മൾ ഇന്ത്യക്കാർ നേതൃത്വം നൽകുന്ന സോഫ്റ്റ്വെയർ കമ്പനികൾ അപ്പുറമായിട്ട് ഇപ്പൊ ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും ഇപ്പൊ ടെക്നോ പാർക്കിലുള്ള മുഴുവൻ ജീവനക്കാരെയും ഇവർക്ക് വളരെ എളുപ്പത്തിൽ ശ്രീലങ്കയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ആർക്ക്? ഈ കമ്പനികൾക്ക് പറ്റും. ഓക്കെ, അവർക്ക് ജോലി ട്രാൻസ്ഫർ കൊടുത്താൽ. ഇപ്പം നമ്മുടെ ആൾക്കാർ തന്നെ ഇപ്പൊ 1 ലക്ഷം ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് 1.5 ലക്ഷം കൊടുത്താൽ അവർക്ക് നഷ്ടമില്ല. നഷ്ടം നമുക്കാണ് നഷ്ടം വരുന്നത്. ഇപ്പം 100% തീരുവയാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന മിക്കവാറുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ. അല്ല, ഞാൻ അതാ ചോദിച്ചത്. തുണിത്തരം ആണെങ്കിലും ജനറിക് മെഡിസിൻ ആണെങ്കിലും അവർക്ക് ആവശ്യമുള്ള സാധനത്തിന് അവർ വില കൂട്ടുന്നില്ല, അല്ല ടാക്സ് എടുക്കുന്നില്ല. ഇത് അവർക്ക് ഒരു വിപണിയിൽ ഒരു ബദൽ സംവിധാനം ഉള്ളിടത്തെല്ലാം ഇന്ത്യയെ എന്തോ ചെയ്യും, എതിർക്കുകയും ബദൽ സംവിധാനം ഇല്ലാത്തടത്ത് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. അല്ല, അതായത് ഇപ്പം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പം ഈ എണ്ണ വരുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അല്ല എന്ന്
ഇന്ത്യ ഗവൺമെന്റ് തന്നെ പരോക്ഷമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം റഷ്യയെ കൂടെ നിർത്തുകയാണ്. അല്ല, റിലയൻസിലേക്കാ പോകുന്നത്. യെസ്. അല്ലാതെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയോ അല്ലെങ്കിൽ റഷ്യൻ എണ്ണ വന്നത് കാരണം ഇവിടുത്തെ ഇന്ധന വില കുറയുന്നില്ല. കുറയുന്നില്ല. അപ്പോൾ ഒരു പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത്. അപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുക കൊണ്ടുവരാൻ. ഓക്കെ, അവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ്. നിങ്ങൾ ഈ എലോൺ മസ്ക് ആയാലും ശരി, ആമസോണിന്റെ ആയാലും ശരി, ഇങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസിനെ എല്ലാം നിങ്ങളും വളർത്തുന്നു. അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടാകുന്നത്? അല്ല, നിങ്ങളെന്നല്ല, ഈ ട്രംപ് വളർത്തുന്നു. ഇതേ സിസ്റ്റത്തിലാണ് കോപ്പിയും ചെയ്യുവാണ് ഇന്ത്യയിലും ഇത്തരത്തിൽ അദാനിയെ അംബാനിയും വളർത്തി ലോക രാജ്യങ്ങളിൽ ഇന്ത്യൻ കമ്പനികളെ മുൻപന്തിയിൽ എത്തിച്ച് ഇന്ത്യ മുന്നിലാണെന്നുള്ളൊരു തോന്നൽ വരുത്തിക്കുന്ന തന്ത്രമാണെങ്കിലോ? നെൽസൺ, എൻ്റെ ഒരു തിയറി അനുസരിച്ച് ഒരാളെയും വളർത്താനൊന്നും പറ്റത്തില്ല. രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും നമുക്ക് അവസരങ്ങൾ കൊടുക്കാൻ പറ്റും. ആ അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് ആ വള്ളിയിൽ പിടിച്ച് മേപ്പോട്ട് കയറുന്നവർ മാത്രമേ സക്സസ് ആവും. ഇപ്പൊ ഡൊണാൾഡ് ട്രംപിനെ മസ്കിനെ പരിചയപ്പെടുന്നത് ഈ അടുത്ത കാലത്താണ്. അതെ, ഇതിനു മുന്നേ ഡൊണാൾഡ് ട്രംപിന് ഇപ്പൊ 80 വയസ്സിന് മുകളിലായി. ട്രംപിന് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന് വേണേ അങ്ങനെ ചെയ്യായിരുന്നല്ലോ. തന്നെയല്ല, ഇതൊരു വെറും 4 വർഷം കൊണ്ട് കണ്ണടച്ച് ഉറക്കുന്നതിന് മുന്നേ അവസാനിക്കുന്ന ഒരു ടേമാണ്. അപ്പൊ അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പോ ആ പറയുന്നതിനോട് യോജിപ്പില്ല. മസ്ക് വളർന്നത് മസ്കിന്റെ ബുദ്ധി കാരണോ? കാര്യം നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം ജനിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു ലോകത്തെ വേറൊരു ലോകക്രമത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി. റോയി മാത്യു പറയുന്നു, നെൽസൺ വെരി ഗുഡ് ഇൻഫർമേഷൻ ഫ്രം മധു, കീപ് ഇറ്റ് അപ്പ്, ഗുഡ് ജോബ്. താങ്ക് യു. ഓക്കെ, അതേപോലെ തന്നെ പ്രകാശ്, ദീപ് ശങ്കർ അവർ പറയുന്നതാ. ഓക്കെ, അപ്പോൾ അവരുടെ അറിവിലേക്ക് വേറൊരു കാര്യം കൂടെ പറയാം. നേരത്തെ നെൽസൺ പറഞ്ഞ ഒരു ഇത് 2 എണ്ണത്തിന് മറുപടി പറയാം. മംദാനി ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല, ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല അമേരിക്കയിൽ. പിന്നെ കമ്മ്യൂണിസത്തിന്റെ ഭാഗവുമല്ല, ഇടതുപക്ഷ ചിന്താഗതി. ചോദിച്ചാൽ ചൈനയുടെ ഒരു ഇന്റർഫിയർ അവിടെ ഉണ്ടോ എന്നുള്ളത് ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, നടക്കത്തുമില്ല. ഇല്ല, മംദാനിയെ ജയിപ്പിക്കാൻ വേണ്ടി പിന്നെ ആരും വേണ്ട. നെൽസൺ അവിടെ പോയി നിന്നാലും ജയിച്ചിരിക്കും. അവിടെ റിപ്പബ്ലിക് ആയതുകൊണ്ട്. ഇനി ഞാൻ ഡെമോക്രാറ്റ്സിന്റെ സ്ട്രോങ് റൂഡി ഗുലിയാനി എന്ന് പറഞ്ഞ ഒരു റിപ്പബ്ലിക്കൻ ആളാണ് ഇതിന്റെ ഇടയിൽ വന്ന് പോയത്. ഇനി ഈ വെനിൻസുലയിലെ എണ്ണ സമ്പത്തിനെ പറ്റി കൂടെ ഒരു കാര്യം പറഞ്ഞുതരാം. സൗദിയിലെ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫർ കണ്ടന്റ് കുറവാണ്. നമ്മളെ കേട്ടോണോ? ഓക്കെ, സൾഫർ കണ്ടന്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാല് പോലെ നേർത്തതാണ്. അപ്പൊ ഈ പൈപ്പുകളിൽ കൂടെ ഇത് ഗ്രൗണ്ടിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനും ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനും വളരെ എളുപ്പമാണ്. നമ്മുടെ വെള്ളം പോകുന്ന പോലെ നല്ല സ്പീഡിൽ പോകും. വെനിൻസുലയിലെ എണ്ണ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫർ കൂടുതലാണ്. അതായത് നമ്മുടെ ടാറ് പോലെ ഇരിക്കും. ഇത് ഇവരുടെ ഒരു വലിയ, നമ്മളിങ്ങനെ എണ്ണ കൂടുതലുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അപ്പൊ പണ്ട് മുതലേ അമേരിക്കൻ കമ്പനികൾ, ഷെവ്രോൺ പോലുള്ള കമ്പനികൾ വെനിൻസുലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർക്ക് മാത്രമാണ് ഉള്ളത്. പക്ഷേ അമേരിക്കയിലെ ലൂസിയാന അതുപോലെ ടെക്സസിലെ 2 റിഫൈനറികളുണ്ട്. റിലയൻസിന് പറ്റും വെനിൻസുലയിലെ എണ്ണ പ്രോസസ് ചെയ്യാൻ. അതുപോലെ ചൈനയിലെ ടീ പോട്ടിനും പറ്റും. ഇത്രയും സ്ഥലങ്ങൾക്കല്ലാതെ ലോകത്ത് ഒരിടത്തും ഈ എണ്ണ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇതിവരുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. ഈ യുക്രൈനിലെ ധാതു സമ്പത്തും സെയിം പ്രോബ്ലമാണ്. ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഓണർ റിജിമെനോനില്ലേ, യുക്രൈനിൽ കൊണ്ടുപോയി ഒരുപാട് പൈസ കൊണ്ട് കളഞ്ഞത്. അങ്ങനെയാണ് പുള്ളി ഇപ്പം കംപ്ലീറ്റ് ഈ ഏഷ്യാനെറ്റ് വിറ്റ പൈസ വരെ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പ്രോസസ്സ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട്. ഈ സൈഡ് ആരും പറയുന്നില്ല. ഇനി നെൽസന്റെ അടുത്ത ചോദ്യം ചോദിക്കൂ. ഇനി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അമേരിക്കയിലെ വിദ്യാഭ്യാസത്തെ പറ്റി എന്ത് പറയാനുള്ളത്? ഞാൻ അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. പണ്ട് ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ഇവിടെ വന്നിരുന്നു. നമുക്ക് അതുകൊണ്ട് അവിടെ ഇരിക്കാൻ സ്റ്റെപ്പിൽ. ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വന്നിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലാണ് വരുന്നത്. അവിടെ വന്നിട്ട് അദ്ദേഹം ഒരു സ്പീച്ച് നടത്തി. അപ്പം ഒരു ടീച്ചർ അവിടെ നിന്ന് ചോദിച്ചു, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അവർ എഡ്യൂക്കേഷൻ ആൻഡ് യുവർ എഡ്യൂക്കേഷൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇൻഫർമേഷൻ, അതായത് പഠിപ്പിക്കുക, അവിടുത്തെ അധ്യാപകർ പഠിക്കുക. ദാറ്റ് മീൻസ് അവർ ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ നയവും ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ചോദിച്ചതിൻ്റെ കൂട്ട് ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ റാങ്കിങ് സിസ്റ്റത്തിൽ, വേൾഡ് റാങ്കിങ് സിസ്റ്റത്തിൽ ഇന്ത്യയിൽ നിന്ന് ആകെപ്പാടെ 11 യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ, 500 എണ്ണത്തിൽ. അപ്പോൾ അതിൽ തന്നെ IIT മുംബൈ എന്ന് പറയുന്നത് ഇറ്റ്സ് കൺസിഡറിങ് മോർ ദാൻ 200-ന് അപ്പുറത്താണ് നിൽക്കുന്നത്.
അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവരുടെ സ്വപ്നത്തിൽ പറഞ്ഞാൽ അതാ മുമ്പേ ഞാൻ ചോദിച്ചപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നുള്ള സ്വപ്നമുണ്ട്. പക്ഷേ ആ യൂണിവേഴ്സിറ്റികളുടെ നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റി ഇവിടെ സ്ഥാപിക്കാൻ പറ്റുമോ? ഞാൻ അതിന് മുന്നേ ഇപ്പൊ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പറ്റി ചോദിച്ചു. അതെ, ഹാർവാർഡ്, ലീഡ്സ്, എംപീരിയൽ എല്ലാം എവിടുത്തെ ആയാലും ചോദിക്കാം. കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ പെട്ടെന്ന് പറയണം. ഈ പറഞ്ഞാൽ ഇന്ന് ഉച്ചക്കലത്തെ ലഞ്ച് എന്താ പറയുക? നിങ്ങൾ എന്താ പറയുക? പോട്ടെ, ലഞ്ചും ഡിന്നറും വാങ്ങിച്ചത് അല്ലെങ്കിലും മേടിച്ചു തരേണ്ടി വരും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആരാ? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി? അവർക്കത് ശ്രദ്ധിക്കാൻ വഴിയില്ല. അവർ അത്രയും ഡീപ്പായിട്ട് അതിനെ ഇപ്പൊ വളരെ ഞാനൊരു ക്ലൂ തരാം. നമുക്കിവിടെ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി ഇല്ലേ? ഉണ്ട് ഉണ്ട് അല്ലേ? അത് പണിതാ. അത് വെച്ചിട്ടൊന്ന് ഊഹിച്ചു. എടേ ആക്ച്വലി ആ പേരിനകത്ത് തന്നെ ഉണ്ട്. നിങ്ങളത് അത്രയും എടേ ഹവാർഡ് അതാണ്. അതെ 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 അതെ. അല്ല, ആ ഒരു ബുദ്ധി അതൊരു വലിയ നോളജാണ്. അതുമല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ? APJ അബ്ദുൽ കലാം കലാം യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്ന വൈ എന്തായാലും അതെ, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻസ് ലൈക്ക്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കുറച്ച് കാര്യങ്ങൾ. എന്തായാലും രണ്ട് അച്ഛാ ഡിന്നറും അച്ഛാ ഞാൻ പറഞ്ഞു ഡിന്നർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിന് ഉത്തരം കേട്ടോണം. ഓക്കെ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത് ജോൺ ഹാർവാർഡ്. ഹാർവാർഡ്. അപ്പൊ ജോൺ ഹാർവാർഡ് എന്ന പേരുള്ള ഒരു പ്രതിമ ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. പക്ഷെ ആ പ്രതിമ അറിയപ്പെടുന്നത് പിന്നെ 3 കള്ളത്തരങ്ങളുടെ 3 നുണകൾ പറയുന്ന പ്രതിമയല്ല. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് ഇൻഫർമേഷൻ. ഏറ്റവും ലോകത്ത് ചിത്രീകരിച്ചിരിക്കുന്ന ഫോട്ടോ ഈ പ്രതിമയുടെ ആണെന്നാണ് പറയുന്നത്. അത് നുണയാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഫോട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാം പോയി സെൽഫിയൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അത് ഒന്നാമത്തെ നുണ. ഓക്കെ, രണ്ടാമത്തെ നുണ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഫൗണ്ടർ എന്ന് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജോൺ ഹാർവാർഡ് അല്ല അതിൻ്റെ ഫൗണ്ടർ. അത് പഴയ കാലത്ത് മിഷണറി പ്രവർത്തനമായിട്ട് വന്ന ആൾക്കാർ സ്ഥാപിച്ച ഒരു ന്യൂമാൻ കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജിൻ്റെ പിന്നീട് ഈ ജോൺ ഹാർവാർഡ് ഒരുപാട് പൈസ കൊടുക്കും. 1636 അത് പ്രകാശ് പറഞ്ഞു. അങ്ങനെയാണ് ജോൺ ഹാർവാർഡിൻ്റെ പേരിൽ ഇത് അറിയിക്കാൻ തുടങ്ങി. ഇനി മൂന്നാമത്തെ നുണ ഏതാ പറയട്ടെ? വേൾഡ് ക്ലാസ് അതാണെന്ന് പറയാൻ. അല്ല, ഈ പ്രതിമ ജോൺ ഹാർവാർഡേ അല്ല. ജോൺ ഹാർവാർഡിന്റെ ഒരു പടം ഇന്ന് വരെ ഈ നിമിഷം വരെ ലോകത്താരും കണ്ടിട്ടില്ല. അത് ഡോക്യുമെന്റ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രതിമ സ്ഥാപിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി തീരുമാനിക്കുമ്പോൾ ഇല്ല, ഞാൻ ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുമ്പോൾ ഇവരുടെ ഒരു സാങ്കല്പിക ഒരു രൂപമുണ്ടല്ലോ, ആ ഒരു സാങ്കല്പിക രൂപമുള്ള അവിടുത്തെ ഒരു വിദ്യാർത്ഥിയുടെ മുഖം വെച്ചിട്ട് ആണ് ഈ പ്രതിമ രൂപം. 3 നാളെ സ്റ്റാച്യു ഓഫ് 3 ലൈറ്റ്സ്. അതുപോലെ ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ലോകത്തെ ഏറ്റവും വലിയ ലൈബ്രറി. അച്ഛൻ്റെ മക്കളൊക്കെ എവിടെ പഠിക്കുന്നത്? നിങ്ങൾ ഇന്ന് കൊട്ടാരക്കരയെ പറ്റി ഒരു ചോദ്യം ചോദിക്കട്ടെ. കൊട്ടാരക്കരയിലെ പ്രശസ്തമായ ലൈബ്രറി എവിടെയാണ്? നിങ്ങൾ ആ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടോ? കൊട്ടാരക്കര CPK. അത് എത്ര സെന്റ് സ്ഥലമുണ്ട്? ചുരുങ്ങിയ സ്ഥലം. 10 സെന്റ്. 10 ഉണ്ടോ? അത് 10 ഉണ്ട്. അവിടെ എത്ര പുസ്തകമുണ്ട്? ഇല്ല, ഇന്നോവേറ്റീവ് ആയുള്ള ബുക്സുകൾ ഇല്ല. 100,000 പുസ്തകമുണ്ട് അവിടെ. ആണോ? പക്ഷെ അപ്ഡേറ്റിംഗ് ഇല്ല. ഇനി അപ്പനും മക്കൾക്കും കൂടെ ഉള്ളൊരു ചോദ്യം പറയട്ടെ. കൊട്ടാരക്കരയിൽ നിന്നുള്ള പ്രശസ്തമായ ഒരു സിനിമാ നടന്റെ പേര് പറ. കൊട്ടാരക്കര ശ്രീധരൻ നായർ. ഓക്കെ, സായികുമാർ. നാരങ്ങാവളത്തിനുള്ള സമ്മാനമായി. ഈ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ വീട് എവിടെ? ഗണപതി അമ്പലത്തിനോട് സായികുമാറിന്റെ. എന്നാൽ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ വീട് മേലിലേക്ക് അടുത്തുള്ള കോട്ടത്തല മാത്ര ഭാഗത്താണ് ഒറിജിനലി അവർ. പിന്നെ അവരിവിടുത്തെ അവിടുന്ന് ഇവിടോട്ട് റീലൊക്കേറ്റ് ചെയ്ത. ശരി. അപ്പോൾ നമ്മുടെ ബോയ്സ് ഗ്രൗണ്ടിന്റെ 2 വശത്തായിട്ട് ഈ നായർ തറവാടുകളുണ്ട്. അതിന്റെ ഈ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുള്ള അവിടേക്കാണ് ഇവർ വന്ന് താമസിച്ചത്. ഞാൻ ഒരു ചോദ്യം ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം ഇഞ്ചക്കാടുന്നത് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. കൊട്ടാരക്കരയിലെ കാര്യം അല്ലല്ല, ഞാൻ കൊട്ടാരക്കരയുടെ അല്ല, എനിക്ക് അറിയണമെന്ന് ഇപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്. നരേന്ദ്രമോദിയെ ഒരു തരത്തിൽ ഇപ്പം 3ാമത്തെ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിൽ പുറം ശക്തിയോടെ വലിയൊരു ഇടപെടലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം
ഭയങ്കരമായ ഒരു സാമ്പത്തിക സോഴ്സും അതോടൊപ്പം തന്നെ അദ്ദേഹം ലോകത്തിനാവശ്യമാണെന്ന് തോന്നിപ്പിച്ചതിലും ട്രംപ് ഉൾപ്പെടെയുള്ളവർക്ക് വലിയൊരു പങ്കുണ്ട്. അച്ഛൻ അങ്ങനെ വിശ്വസിക്കുന്നു? ഞാൻ അതിന് മുന്നേ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വരാം. ഓക്കെ. കൊട്ടാരക്കരയിൽ നിന്ന് 2 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് 2 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? അല്ല, കൊട്ടാരക്കരയിൽ നിന്നില്ലല്ലോ EK നായനാർ. സമയം പോവാ, പെട്ടെന്ന് 5 സെക്കൻഡേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞു. പറഞ്ഞു വെച്ചാൽ ആർ ശങ്കർ കൊട്ടാരക്കര കൊല്ലംകാരനല്ലേ? അല്ല, കൊട്ടാരക്കര സമീപ പ്രദേശം എന്ന് പറഞ്ഞാൽ 2 അച്യുതമേനോൻ. അച്യുതമേനോനെ കണ്ണൂരുകാരനാണെങ്കിലും കൊട്ടാരക്കരയിൽ നിന്ന് ആണ് തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് മുഖ്യമന്ത്രി. 2 മുഖ്യമന്ത്രി ആയല്ലോ അല്ലേ? അതെ. യെസ്. കൊട്ടാരക്കര കോളേജിൽ പഠിച്ച വേറൊരു പ്രശസ്ത സിനിമ നടനുണ്ട്. കൊട്ടാരക്കര കോളേജിൽ പഠിച്ച KB ഗണേഷ് കുമാറാണോ? ബാലേന്ദ്രനാണ് കൊട്ടാരക്കര കോളേജിലാണ് പഠിച്ചത്. അച്ഛൻ ഇങ്ങനെ ഈ കൊട്ടാരക്കരക്കാരെ പറഞ്ഞു ഞങ്ങളുടെ കൊട്ടാരക്കരയുടെ പേര് അച്ഛൻ മോട്ടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. മധു കൊട്ടാരക്കര എന്ന് പറയുന്നത് ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ. ഓരോ രാജ്യത്തും ആര് വരണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് ഈ വലിയ സാമ്രാജ്യ ശക്തികൾക്കെല്ലാം ഫണ്ടിങ് ഉണ്ടോ? അല്ലെ ഇടപെടലുകൾ എല്ലാ കാലത്തും അതൊക്കെയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യക്കുള്ളിൽ ഇപ്പോൾ CI ഉദ്യോഗസ്ഥർ ഒരുപാട് മറ്റു രാജ്യങ്ങളിലേക്കാട്ടിലുണ്ട്. പക്ഷെ ഈ CI ഉണ്ടെന്നുള്ള കാര്യം ഇന്ത്യ ഗവൺമെന്റിനും അറിയാം. പലപ്പോഴും നമ്മുടെ ഇന്റലിജൻസ് ഇന്ത്യക്ക് ലഭിക്കുന്നതും ഈ CIക്കാരായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഈ രാജ്യങ്ങൾക്ക് പരസ്പരം സഹായം കിട്ടാറുണ്ട്. ഇന്ദിരാഗാന്ധി വെടിയേൽക്കുന്നതിന് മുന്നേ അമേരിക്കയുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കേട്ടോണ്ട് ഇത്തരം ഒരു ഗൂഢാലോചന നടക്കുന്നുള്ളത് ആ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ നമ്മൾ ഇന്ത്യ അമേരിക്ക ഈ തിരുവയുദ്ധം നടക്കുമല്ലേ, ഒരു കാര്യം ഓർക്കണം. FDA എന്ന് പറഞ്ഞ ഫുഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ അവർ വഴിയാണ് ഈ നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് അമേരിക്കയിലേക്ക് പോകുന്നത്. ഏതാണ്ട് 200-ലധികം FDA ഉദ്യോഗസ്ഥർ സ്ഥിരമായിട്ട് നമ്മുടെ തെലങ്കാനയിൽ താമസിക്കുന്നുണ്ട്. അതായത് ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടി അവിടെ ചെക്ക് ചെയ്യുന്നതിന് പകരം ഇവരിവിടെ നിന്നാണ് ചെക്ക് ചെയ്യുന്നത്. അവരുടെ എല്ലാം നേച്ചർ മറ്റേ രീതിയിലായിരിക്കും. അതെ, ആയിരിക്കും. അപ്പം ഈ പറയുന്ന നേതാക്കളെ സൃഷ്ടിക്കുന്നതിലും അല്ലെങ്കിൽ ഇന്റേണലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിലുമൊക്കെ ഈ പറയുന്ന ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല. അമേരിക്കയിൽ ഇറാന്റെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഇപ്പൊ ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റ ഒരു സംഭവമില്ലായിരുന്നു. അപ്പൊ ആ വെടിവെച്ചത് വേറൊരാളാണെങ്കിലും ഇറാന്റെ ഭീഷണി ആ പൊതുയോഗത്തിലുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള സുരക്ഷ ഒരുക്കുന്നതിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വെച്ചത് വേറൊരാളാണ്. അപ്പം ഈ സ്ലീപ്പിംഗ് സെല്ലുകളെ പിന്നെ ഇവര് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അമേരിക്കയ്ക്ക് അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. തന്നെയല്ല, ഏതാണ്ട് ഇന്ത്യയുടെ ഒരു 5 ഇരട്ടിയാണ് അമേരിക്ക വിസ്തൃതിയിൽ. അപ്പോ ജനസംഖ്യയിൽ 5-1. അപ്പൊ അവിടേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറാനും ഒക്കെ കുറെ കൂടെ ഒക്കെ എളുപ്പമാണെന്ന് കൂട്ടിക്കുള്ളൂ. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ശക്തമായ രാജ്യമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം അനധികൃത കുടിയേറ്റം എന്ന് പറയുന്നതൊക്കെ ഒരു സിമ്പിൾ ചോദ്യമാണ്. മാധ്യമ രംഗത്ത് നിൽക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ മോദി അമേരിക്കയുടെ പങ്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തുന്നു, അല്ല ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒരു പ്രസ്താവന നടത്തുന്നു, അതിന് ചില ലീഗൽ പോയിന്റുകളുമുണ്ട്. ഇപ്പം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്കത് ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ്. അപ്പം ഇത് പറയുന്നത് ട്രംപ് അല്ല, US പ്രസിഡന്റാണ് പറയുന്നത്. ഇപ്പം നെൽസനും ഞാനുമായിട്ടൊരു പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നു പിന്നെ ഇന്ന ആള് ഇടപെട്ടില്ലെന്ന് പറയുന്നു. ഓക്കെ, പക്ഷെ നെൽസൺ അറിയാം ആ ആള് പറഞ്ഞു നെൽസ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പം ഈ മെസ്സേജ് പാകിസ്ഥാനെ പോയിട്ടുള്ളെങ്കിലോ അതിനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അതുണ്ട്. ഇപ്പം അമേരിക്ക പലപ്പോഴും പറയുന്നത് ഈ ആണവായുധങ്ങൾ, ഇപ്പം ഇറാനിലെ B2 ബോംബർ വെച്ച് അവരുടെ ഇത് തകർത്തു. അതായത് ആയുധം തെറ്റായ കരങ്ങളിൽ എത്തിയാലാണ് പ്രശ്നം. ഇപ്പം ലൈസൻസോട് കൂടി ഒരു ഗണ്ണ് നെൽസന്റെ കയ്യിൽ കിട്ടിയാൽ നെൽസൺ അത് ഉത്തരവാദിത്വത്തോടു കൂടിയായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു തെറ്റായ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ പ്രോബ്ലമായിട്ട് വരും.
പാകിസ്ഥാൻ അന്ന് നടത്തിയ ചില പ്രസ്താവനകളുണ്ട്. മുകേഷ് അംബാനിയെ വരെ ട്രോൾ ചെയ്തവർ പറഞ്ഞായിരുന്നു, ഞങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് ചരല് കൊണ്ടുവന്ന ഒരു ട്രക്ക് ലോറി വെച്ചിട്ട് മേഴ്സിഡസ് ബെൻസിനെ ഇടിച്ചു കഴിഞ്ഞാൽ ബെൻസിനാണ് കേട്, ലോറിക്കൊന്നും പറ്റത്തില്ല. അതിനകത്ത് ആ മെസ്സേജ് വളരെ ക്ലിയർ ആയിരുന്നു. ന്യൂക്ലിയർ ആണോ ഉദ്ദേശിക്കുന്നത്? ആയിരിക്കാം. ഇത് മാത്രമല്ല, അവിടുത്തെ ഈ മേധാവി, സൈനിക മേധാവി, ട്രംപിന്റെ വീട് മയാമിയിലുണ്ട്. വളരെ അടുത്ത് ടാമ്പയിൽ ഒരു രഹസ്യ മീറ്റിങ്ങിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടുതൽ വെളിപ്പെടുത്തിയായിരുന്നു. പക്ഷേ അത് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു, റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ ആൾക്കാരിൽ നിന്ന് സെന്റൻസ് എടുത്ത് ചോർത്തിയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്ത്യക്കും കിട്ടിയായിരുന്നു. അപ്പം അത്ര ധൈര്യപൂർവ്വം അമേരിക്കൻ സോയിൽ നിന്ന് ഇന്ത്യയെ അടിക്കുമെന്ന് വേറൊരു രാജ്യത്തിന്റെ ആള് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളറിയാത്ത എന്തെങ്കിലും അവർ തമ്മിലുണ്ട് ഉണ്ടായിരിക്കും. JD വാൻസ് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇന്ത്യ ഗവൺമെന്റ് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. JD വാൻസായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നെൽസന് ചിലപ്പം ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെ നെൽസൺ ബഹുമാനിക്കുന്ന ഒരാൾ പറയുന്നോണ്ടായിരിക്കും നെൽസൺ ചിലപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാത്തത്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്, നെൽസൺ പേടിച്ചു പോയി. മനസ്സിലായില്ലേ? അപ്പൊ ഇന്ത്യ പറയുന്നത് ശരിയായിരിക്കും. പക്ഷേ ഇന്ത്യയുടെ അറിവനുസരിച്ച് ചിലപ്പം ട്രംപ് ഇടപെട്ടിട്ടില്ലായിരിക്കും. പാകിസ്ഥാൻ ആ പാണ്ടിലോറിയുമായിട്ട് നിൽക്കുമായിരിക്കും. അതാണ് കൂടുതൽ പേരും വിശ്വസിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർ ഇപ്പം അമേരിക്കയിലെത്തിയ പല മാധ്യമ സമ്മേളനങ്ങളിൽ സംസാരിക്കുമ്പോഴും ഈ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ റിപ്പീറ്റായിട്ട് ഏതാണ്ട് 70 പ്രാവശ്യമാണ് ഡൊണാൾഡ് ട്രംപ് ഇത് പറഞ്ഞു എന്നാണ്. ഇതിനകത്ത് ഈ ട്രംപിന്റെ ഒരു ക്യാരക്ടറോടെ പറഞ്ഞു, അതായത് ട്രംപ് ഭക്തനാണോ? അല്ല. ട്രംപിന്റെ പല കാര്യങ്ങളും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ. 80ാമത്തെ വയസ്സിൽ രാഷ്ട്രീയത്തിന്റെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാൾ US പ്രസിഡന്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാലോചിച്ച് നോക്കിയാൽ അത് ചില്ലറ കാര്യമല്ല. ഞാൻ ഒരു തമാശയായിട്ട് എടുക്കാവേ, മോദിയും ട്രംപും ഒക്കെ വാഗൊണ്ട് ജീവിക്കുന്നവരാണെന്ന് പറയുന്നതാണ്. അങ്ങനെ നമുക്ക് വെറുതെ വാചകം അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കാര്യത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താനാണ്? അത് അഡ്മിനിസ്ട്രേറ്ററും ഡിപ്ലോമാറ്റും ഉണ്ട്. ഇപ്പം ഈ നമ്മൾ സംസാരിക്കുമ്പോഴേ ഇപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് പേഴ്സണൽ ഇൻഫർമേഷൻ, കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് താല്പര്യമുള്ളവരുമായിട്ട് ഞാൻ കുറേ ഓപ്പൺ അപ്പ് ചെയ്ത് സംസാരിക്കുമ്പോഴും ഈ കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സിൽ നിന്ന് ഒരു സാധനം പോലും പുറത്തു വരത്തില്ല. മനസ്സിലായി? ഇപ്പൊ ട്രംപ് കൂടുതൽ സംസാരിക്കുന്നത് അത് അയാളുടെ ഒരു ടാക്ടിക്സ് ആയിരിക്കും. ഇപ്പം B-2 ബോംബർ വെച്ച് ഇറാൻ ആക്രമിക്കാനായിട്ട് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ സർവ്വസൈന്യാധിപൻ കൂടിയാണ് US പ്രസിഡന്റ്. സിറ്റുവേഷൻ റൂമിൽ നിന്ന് ഒപ്പിട്ടിട്ട് മോളി വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു ഇങ്ങനെ ഇറാനിൽ എന്താണെന്നൊക്കെ. ട്രംപ് ഇതിനൊന്നും മറുപടി പറയുന്നില്ല. ട്രംപ് പറയുന്നത് അവിടെ ഒരു കൊടിമരം വന്നു, ഇതിന്റെ ഹൈറ്റ് എങ്ങനെയുണ്ട്, ഇതിന്റെ കളർ വെള്ള വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം മറ്റേ സാധനം ഹൈഡ് ചെയ്യാനായിട്ട് അറിയാം. എന്നിട്ട് നമ്മൾ കണ്ട B-2 ബോംബർ പോയത് സെക്കൻഡ്. ഒറിജിനൽ ഏതുവഴിയാ പോയെന്നറിയാം? നിങ്ങൾക്കറിയാം ഏതുവഴിയാ പോയത്? നമ്മുടെ ഈ കൊട്ടാരക്കരയുടെ സൈഡിൽ കൂടെ പോയത്. അതായത് നമ്മുടെ ഈ ബംഗാൾ ഉൾക്കടലില്ലേ, അവിടുന്ന് ശ്രീലങ്കയുടെ ഇടയിൽ കൂടെ നമ്മുടെ ഈ തിരുവനന്തപുരം വഴി ഗുജറാത്തിന്റെ സൈഡിൽ വഴി പാകിസ്ഥാനിൽ കയറി. പാകിസ്ഥാനിൽ കയറിയിട്ട് പാകിസ്ഥാൻ ഇറാൻ ബോർഡർ വീക്കാണ്. ആ ബോർഡറിൽ കൂടാണ് ഈ B-2 ബോംബറിന്റെ ഒറിജിനൽ റൂട്ട് മാൻ ഇറാനിൽ എത്തുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല ശരിക്കും. അത് അപ്പോൾ എന്നിട്ട് ഇതിലെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിലിറ്ററി ഇന്ത്യക്ക് അറിഞ്ഞു പോകുന്നതാണോ? ഒരുപക്ഷെ അറിഞ്ഞിരിക്കാം, ചിലപ്പോൾ ഇന്ത്യ നോട്ടിഫൈ ചെയ്തിരിക്കാം. ഒരു പരസ്പര ബഹുമാനം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ മഹാസമുദ്രത്തിൽ കൂടെ ചുറ്റിപ്പോകുന്നത്. പക്ഷേ ഈ ഇറാൻ പാകിസ്ഥാൻ ബോർഡർ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് ഈ സൈനിക മേധാവിയെ 2 ആഴ്ച മുന്നേ അവിടെ കൊണ്ടുപോയി വൈറ്റ് ഹൗസിൽ പോയി ഒരു ഡിന്നറൊക്കെ കൊടുത്ത്. കാര്യം പാകിസ്ഥാൻ പ്രസിഡന്റിനെ വിളിച്ചാൽ അവർക്ക് ഈ മിലിറ്ററി ഓപ്പറേഷനെ പറ്റി അത്ര അവയർനെസ് കാണത്തില്ല. ഒരു മിലിറ്ററി ചീഫിനെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഒരു ക്രൈം നടക്കണമെന്നുണ്ടെങ്കിൽ പോലീസുകാരെ മാറ്റുന്ന ചില പരിപാടി ഉണ്ടല്ലോ, ആ ക്രൈം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ആ സമയത്ത് ഇവർ പോയി കിടന്ന് ഉറങ്ങും, ഇത് ഓപ്പൺ ആക്കി കൊടുത്തിട്ട്. ആ ഒറ്റ കാരണം അതുകൊണ്ടാണ് അയാൾ അവിടെ ഇരുന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പം മാറി വരുന്ന ജിയോ പൊളിറ്റിക്സ് ഇതിൽ അമേരിക്കയാണ് ഏറ്റവും നല്ല പാർട്ണർ. ചൈനയെ ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റും.
ചൈന നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭൂമിയെ മാറ്റിക്കൊണ്ടു അരുണാചൽ പ്രദേശ് അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. റഷ്യയുടെ കയ്യിലുള്ള ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാണെങ്കിൽ, അമേരിക്കയ്ക്കാണെങ്കിൽ ഇന്ത്യ പോലെ ഉള്ള ഒരു പാർട്ട്ണർ ഈ ഭാഗത്ത് ഉണ്ടായേ പറ്റും. അപ്പം ട്രംപ് ഈ കച്ചവടം സംസാരിക്കും. അപ്പം ഞാൻ നെൽസനും കൂടെ ഒരു വസ്തു കച്ചവടം സംസാരിക്കും. അപ്പോൾ നമ്മളങ്ങോട്ട് ശരിയാവുന്നില്ല. നെൽസൺ ഒരു വില പറയുന്നു, ഞാനൊരു വില പറയുന്നു, യോജിക്കുന്നില്ല. നെൽസൺ അപ്പം കുറച്ച് ഇമോഷണൽ സാധനം ഇറക്കും. ഏതാ ഞാൻ നമ്മൾ എത്ര നാളായിട്ട് പരിചയമുള്ളതാണ്, ഒരു 2 ലക്ഷം കൂടെ കുറച്ചെന്നൂടെ. ഞാൻ പറയും പറ്റത്തില്ല നെൽസൺ. നെൽസൺ പിണങ്ങി അങ്ങ് പോകുന്ന നെൽസനോട് ഞാൻ പറയും, നെൽസൺ നല്ല ഇഡ്ഡലി ഇരിപ്പുണ്ട്, അത് കഴിച്ചിട്ട് പോകും. ഇത് പേഴ്സണലാണ്. അപ്പൊ ട്രംപ് കച്ചവടത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. പക്ഷെ അതേ ട്രംപ് തന്നെ വൈകിട്ട് പറയും മോദി ഈസ് മൈ ഫ്രണ്ട്. ഇത് പേഴ്സണലാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. ഇപ്പൊ ട്രംപ് മോദിയെ 5 പ്രാവശ്യം വേണേലും വിളിക്കും. അതെന്താ കാര്യം എന്നറിയാം, ഇവർക്ക് ഈ ദുരഭിമാനം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അമേരിക്കൻസേ ഇല്ല. നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ട ഒരു പ്രധാന സംഭവം അതാണ്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഈ വലിയ ഉദ്യോഗസ്ഥർ, നമ്മൾ കറങ്ങുന്ന കസേരയിൽ ഇരിക്കേണ്ടിയവർ, അവരിവിടെ കണ്ട് എന്തെങ്കിലും ഒരു ഗാർബേജ് കണ്ടാൽ അല്ലെങ്കിൽ അത് ചെയ്യും. നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഞാനിതേപ്പറ്റി കുറേ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കുമ്പം ഈ ദുരഭിമാനം ഇല്ലാത്ത ആൾക്കാർക്ക് നല്ല ഗ്രോത്താണ്. രത്തൻ ടാറ്റ, അല്ലെങ്കിൽ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി, അല്ലെങ്കിൽ ഞങ്ങളുടെ SKN വേണേ കസേര ഇരുന്നാൽ മതി, 2 ചാനലിന്റെ അധിപനായിട്ട്. പക്ഷെ രാവിലെ 7 മണിയാകുമ്പോഴേ ആ ഫ്ലോറിൽ വന്ന് ഒരു സാധാരണ ആളെ പോലെ ജോലി ചെയ്യും. ഈ ദുരഭിമാനം ഇന്ത്യയിലും കേരളത്തിലും വളരെ കൂടുതലായതുകൊണ്ടാണ് നമ്മുടെ ഈ സൂയിസൈഡൽ റേറ്റ് വളരെ കൂടുതൽ. നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. നമ്മളെ വല്ലാതെ നമ്മൾ ഏത് കാര്യം നമ്മളിങ്ങനെ ഹൃദയത്തിലേക്ക് ഈ ഹേറ്റായിട്ടുള്ള കമന്റ് ഒക്കെ അവിടുത്തെ ആൾക്കാർ ഇടുമ്പോഴൊക്കെ അതിനിങ്ങനെ എഴുതുവാൻ എനിക്കിതിപ്പോ നെൽസൺ ഇത് കണ്ടില്ലെങ്കിൽ എനിക്ക് ഒരു സുഖമില്ല. ഹേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അത് എഴുതുന്നത്. എന്റെ ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. മാത്രം ചെറിയാണ് പറയുന്നത്. ഇപ്പൊ ട്രംപ് ഭക്തൻ എന്ന് പറഞ്ഞില്ലേ, ഞാനൊരു ട്രംപ് ഭക്തനായിട്ട് റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ എന്റെ റിപ്പോർട്ടിന്റെ ക്രെഡിബിലിറ്റി പോകും. ഗുഡ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഒരു പ്രജുഡിസ്ഡ് മൈൻഡോട് കൂടിയായിരിക്കും നാളെ എന്റെ റിപ്പോർട്ട് കാണുന്നത്. ട്രംപിനെ പൊക്കിയടിക്കാനുള്ള സാധനമാണ് എന്റെ അറ്റംപ്റ്റ്. എപ്പോഴും ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ വളച്ചതിരിക്കുന്ന സാധനത്തിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി കൊടുക്കും. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇവിടുത്തെ മലയാളികൾ അവിടെ ഉണ്ടല്ലോ, ഏകദേശം ലക്ഷങ്ങളോളം വരും. ആ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ അഭിമാനിക്കുകയാണോ? ഇന്ത്യ നമ്മുടെ സമീപ രാജ്യങ്ങളെ ഏറ്റവും നല്ല ഉദാഹരണം പാകിസ്ഥാൻ. നെൽസൺ ഒരു കാര്യം ആലോചിക്കണം, മതത്തിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യവും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇന്ത്യക്ക് ഉള്ള മതേതര സ്വഭാവമാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ഉള്ള ഒരു ഗ്രോത്ത് ആണ് വരുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ വിജയം എന്ത്? അമേരിക്ക ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും സ്വീകരിച്ചു. എന്നിട്ട് ആ ആൾക്കാരുടെ കഴിവുകൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും. 35% ഡോക്ടർമാര് ഇന്ത്യക്കാരാണ്. FBI ഡയറക്ടർ കാഷ് പട്ടേൽ ഇന്ത്യക്കാരനാണ്. തുടർച്ചയായിട്ട് ജോ ബൈഡൻ, ഒബാമ, ബുഷ് ഇവരുടെ അല്ല, ഇവര് അനങ്ങണമെന്ന് തീരുമാനിക്കുന്ന ആരാന്നറിയാം? മജു വർഗീസ് എന്ന് പറഞ്ഞ ഒരു തിരുവല്ലക്കാരൻ മലയാളിയാണ്, സരോജ ആന്റിയുടെ മോന്. അപ്പം മിലിറ്ററിയുടെ ചീഫ് അദ്ദേഹമായിരുന്നു, മജു ആയിരുന്നു. ഇപ്പം മജു അതിൽ നിന്ന് മാറി. ബൈഡന്റെ ടൈം കഴിഞ്ഞപ്പം ബൈഡന്റെ ക്യാമ്പയിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മജു ആയിരുന്നു. മജു ആണ് തീരുമാനിക്കുന്നത് ഈ ഇലക്ഷൻ ക്യാമ്പയിൻ എങ്ങനെ പോകണം. അമേരിക്ക പോലൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എവിടെ എങ്ങനെ പോകണമെന്ന് ഒരു തിരുവല്ലക്കാരൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആ രാജ്യം കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്തുമാത്രമാണെന്ന് ആലോചിച്ച്. നെൽസ ഒരു കാര്യം 100% ഗ്യാരണ്ടി ആയിട്ട് പറയാം. ഓക്കെ, എൻ്റെ ഹൃദയം മാനുഫാക്ചർഡ് ഇൻ കൊട്ടാരക്കര. പക്ഷേ നമുക്ക് ഒരു പോറ്റമ്മയാണ് അമേരിക്ക. എല്ലാ രീതിയിലും സത്യസന്ധമായിട്ട് കഷ്ടപ്പെടാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രാജ്യം അമേരിക്കയാണ്. നമുക്ക് ഒരു പേയ്മെന്റ്, ഞാനൊരു ഗവൺമെന്റ് കോൺട്രാക്ടറാണ്, ഒരു പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 30-40 ദിവസത്തിനുള്ളിൽ പൈസ വരും. ആ പേയ്മെന്റ് ഒരു ഉദ്യോഗസ്ഥനെ തടയാൻ പറ്റത്തില്ല. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. US പ്രസിഡന്റുമാരുടെ മക്കളുമാരില്ലേ, അവര് വണ്ടി ഓടിക്കുക ലൈസൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ അവര് ഡ്രിങ്ക്സ് എടുത്തു, ഏത് പോലീസുകാരനും അവരെ തടഞ്ഞു നിർത്തി കേസെടുക്കാൻ പറ്റും. അതായത് ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. നിയമത്തിന്റെ മുന്നിൽ ഡൊണാൾഡ് ട്രംപ് ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല, കോടതി കൊണ്ടുപോകാൻ പറ്റും. അവിടെ ജഡ്ജ് ഈ ആളിന് അനുകൂലമായിട്ടുള്ള
ഒരു കാര്യങ്ങളും തിരികെ എനിക്കില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അവർ എല്ലാ ഇടത്തുനിന്നുള്ള നമ്മുടെ നമ്പിനാരായണല്ലേ, നമ്പിനാരായണൻ പഠിച്ചത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലാണ്. ഓക്കെ, ആ മനുഷ്യൻ പഠിക്കുന്ന സമയത്ത് പഠിത്തം കഴിയാറായപ്പോൾ തന്നെ US സിറ്റിസൺ ഉൾപ്പെടെ ഒരു വലിയ പാക്കേജാണ് നാസ കൊടുത്തത്. പുള്ളി അത് വേണ്ട, അത് ഉപേക്ഷിച്ചിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. പുള്ളി അവിടെ നാസയിലായിരുന്നെങ്കിൽ എത്രയോ ഉയരങ്ങളെത്തിപ്പോയി. ഇനി നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. ഇപ്പം ഞാൻ പിന്നെ ഒരു കിങ്സ് കോളേജ് എന്ന് പറഞ്ഞ് ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച ഒരു സ്ഥാപനം സ്വകാര്യ മേഖലയിൽ നടത്തിയ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരിക. എൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖം, ഇത്രയും വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോയെങ്കിലും ഒരു ലോകോത്തര യൂണിവേഴ്സിറ്റി നമുക്ക് ഇന്ത്യയിൽ വന്നിട്ടില്ല. IIT ഒക്കെ ഉണ്ടെങ്കിലും ഒരു പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലെ കുട്ടികൾ ചേസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി നമുക്കില്ലാതായി. അത് നമ്മുടെ ഒരു വലിയ ന്യൂനതയാണ്. പക്ഷേ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ ഞാൻ നിർത്താം. കേരളം ലോകത്തിന് വലിയൊരു മാതൃകയാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹരിതവുമാണ്, ഈ പച്ചപ്പ. അങ്ങനെയാണെങ്കിൽ വിദേശത്ത് നിന്ന് കാണുന്ന അച്ചാന് കേരളത്തിലെ ഫ്യൂച്ചർ ആൾക്കാരെ കേരളത്തിൽ നിർത്താൻ, മൈഗ്രേറ്റ് ചെയ്യപ്പെടാതെ കേരളത്തിൽ നിർത്താൻ പറ്റുന്ന എന്ത് സ്റ്റെപ്പ്, ഏത് മേഖലയിൽ, ഒരു 3-4 മേഖല കാണുമല്ലോ, കേരളത്തിലെ ആൾക്കാരെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ നാട്ടിലേക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഏത് മേഖലയാച്ചാലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന MLA-മാർക്കും മന്ത്രിമാർക്കും സ്റ്റേറ്റിനും കൊടുക്കാൻ പറ്റുന്നൊരു നിർദ്ദേശം, അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച്? വേറെ ഒന്നും വേണ്ട. പിന്നെ ഞാൻ ഏതാണ്ട് ഒരു 16 മണിക്കൂർ ജോലി. 16 മണിക്കൂറോ? 7 ദിവസം. ഇത് മുഴുവൻ ഈ കാണുന്ന ഈ കംപ്ലീറ്റ് ഞാൻ അവിടെ ഇരുന്ന് വാട്സാപ്പിൽ കൂടെ ഡിസൈൻ ചെയ്ത് ഇവിടുത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓരോ ആണി അടിച്ചത്. ഇപ്പം ഷെഫ് സുരേഷ് പിള്ളയുടെ ഒരു പോസ്റ്റ് ഉണ്ട്, 2 ദിവസം മുന്നേ പോയി വായിക്കണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ഊബർ ഓടിച്ച് അവന് ചില ദിവസങ്ങളിൽ 70,000 രൂപ വരെ മാസം ഉണ്ടാക്കും. നമ്മൾ ചെയ്യുന്ന ഏത് തൊഴിലായാലും അവിടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഉറപ്പായിട്ട് പൈസ വരും. ഉറപ്പായിട്ട് പൈസ വരും. ഇപ്പം ഞാനിവിടെ ഒരു പുതിയൊരു സ്കൂള് തുടങ്ങുക, ഒരു ബാംബിനോ ഇന്റർനാഷണൽ മോണ്ടസറി സ്കൂൾ തുടങ്ങാൻ പോവാണോ? ജനുവരി 4 അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ബിൽഡിംഗ് ആണോ ഇത്? അതിന്റെ ബിൽഡിങ്ങും കാര്യങ്ങളും. ഇവിടെ നമുക്ക് ജേർണലിസത്തിന്റെ ക്ലാസ് നടക്കുന്നുണ്ട്, ക്ലാസിക്കൽ ഡാൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ കിങ്സ് ഒരു സമയത്ത് യൗവനകാലമാണല്ലോ ഏറ്റവും പ്രോബ്ലം ഉള്ളത്. ആ സമയത്ത് ആണ് 69 ഈ സ്ഥാപനം തുടങ്ങുന്നത്. ഇന്നിപ്പോൾ കിങ്സ് അതുപോലെ നമുക്ക് തുടങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. കാര്യം അധ്യാപകർക്ക് വിലയില്ലാത്തൊരു സമയമാണ്. അല്ല, അതിന് കാരണം എന്താ? ഞാൻ അതിലേക്ക് ഇന്നോവേറ്റീവ് അല്ല. എൻ്റെ പിതാവ് ശാന്തി തിയേറ്ററിൽ പോയി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നവരെ പിടിച്ചിറക്കി കൊണ്ടുവരും. ഒരു മാതാപിതാക്കളും ഇടപെടത്തില്ല. അപ്പം വിദ്യാഭ്യാസത്തിനെക്കാട്ടിലും കൂടുതൽ അച്ചടക്കത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ തന്നെ അധ്യാപകർക്കെതിരാണ് ബഹുഭൂരിപക്ഷം. വേണ്ടി വന്നാൽ കോടതിക്ക് കിട്ടും. അപ്പോൾ അധ്യാപകർക്ക് കുട്ടികളിലുള്ള സ്വാതന്ത്ര്യം കുറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെയുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമുക്ക് യൗവനകാലത്തെ തൊടാൻ പറ്റത്തില്ല. മയക്കുമരുന്നെന്ന് പറഞ്ഞ ടീം വളരെ ശക്തമായിട്ട് കേരളത്തിലുണ്ട്, അമേരിക്കയിലുമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഏർലി എഡ്യൂക്കേഷനിൽ തന്നെ അവരെ അച്ചടക്ക ബോധമുള്ളവരാക്കിക്കൊണ്ട് പോകാൻ പറ്റും. ഇനി നെൽസന് വേറെ കാര്യം അറിയാം, നമ്മൾ ഈ കേരളത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് കേരളത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ വയ്യാത്തത്. അതായത് നമ്മൾ 2 നേരം നാരങ്ങാവെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരം മുഴുവൻ ശുദ്ധീകരിക്കും. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളിത് സ്ഥിരമായിട്ട് ഒരു റൊട്ടീൻ പോലെ കുടിക്കും. നമ്മുടെ മഞ്ഞൾ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടോ ഇങ്ങനൊരു നമ്മളെ ശുദ്ധീകരിക്കുന്ന സാധനങ്ങൾ? നമ്മുടെ ഉലുവ വെള്ളം, ചുക്ക് വെള്ളം, ഇതിലെല്ലാം എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ. അതായത് നമ്മുടെ കേരളീയ സംസ്കാരം അനുസരിച്ച് കൂട്ടുകുടുംബങ്ങളായിരുന്നു. കൂട്ടുകുടുംബങ്ങളാണെന്നുണ്ടെങ്കിൽ നെൽസന്റെ മക്കൾക്ക് ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അവരെ ആരെങ്കിലും ബാഹ്യമായ ഇടപെടലിൽ കൂടെ ഒരു ബ്ലാക്ക് മെയിലിങ്, ഒരു സമ്മർദ്ദത്തിന് ഇടുവാണെങ്കിൽ പണ്ട് ഈ കൂട്ടുകുടുംബത്തിൽ അപ്പൻ്റെ അനിയനോ അല്ലെങ്കിൽ അപ്പൻ്റെ അനിയൻ്റെ വൈഫോ അല്ലെങ്കിൽ അപ്പൻ്റെ സിസ്റ്ററോ ഈ കുഞ്ഞുങ്ങൾക്ക് ഭാരം ഇറക്കി വെക്കാനായിട്ട് ഒരാളുണ്ട്, അല്ലെ അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി വീടിനകത്ത് ഒരു വക്കീലുണ്ട്. ഇന്നതില്ല. ഇത് ഫുൾ ടൈം ഫോണിലാണ്, അപ്പനും അമ്മയും അപ്പുറത്തെ ഫോണിലാണ്, കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആണ്. അപ്പോൾ ചുരുങ്ങിയത് എനിക്കുള്ള ഏറ്റവും വലിയ സജഷൻ, ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ ശക്തമായിരുന്നെങ്കിൽ ഒരു മയക്കുമരുന്ന് മാഫിയയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഏതെങ്കിലും രീതിയിൽ, കാര്യം ഇവർക്കറിയാം തിരിച്ച് വീട്ടിൽ വന്നാൽ അപ്പനെ പേടിയായിരിക്കും, അമ്മയെ പേടിയായിരിക്കും, പക്ഷേ എനിക്ക് വേറൊരാളുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ മാറ്റങ്ങൾ, ഇവരുടെ ചലനങ്ങൾ, ഇവരുടെ മുഖത്തെ വ്യത്യാസങ്ങൾ ആ വീട്ടിലുള്ള ഒരാൾ കണ്ടുപിടിക്കും. മോളെ എന്താണ് ആ പ്രശ്നം
എന്ന് പറഞ്ഞ് ഏത് പ്രശ്നമാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, നമ്മളെല്ലാം തിരിച്ചു കൊണ്ടുവരത്തില്ലേ, അവർക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് ഈ ഒരു സാധനമാണ് മയക്കുമരുന്ന് മാഫിയ ദുരുപയോഗം ചെയ്യുന്നത്. ഇതിന് എനിക്കൊരു സജഷനുണ്ട്. സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു 5 കുടുംബങ്ങൾ മാസത്തിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു ഇന്ററാക്ഷൻ ഉണ്ടായി കുഞ്ഞുങ്ങളും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ. നെൽസന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന് നെൽസനെ പോലെ തന്നെ നെൽസന്റെ മക്കളിൽ സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റണം. ഞാൻ താമസിച്ച സ്ഥലത്ത് ഏതാണ്ട് നിങ്ങളുടെ എന്നാ യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയിലൊന്നും ഇങ്ങനെ ഒരു അറ്റൻഷൻ ഇല്ലല്ലോ. അമേരിക്കയിലുണ്ട്. ഇപ്പൊ താങ്ക്സ് ഗിവിങ് പോലുള്ള സമയത്തൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് കൂടുന്നത്, എല്ലാവരും ഒരുമിച്ച്. ഇത് മാത്രമല്ല നെൽസ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഞാനൊരു ഉപദേശം തരട്ടെ, പറഞ്ഞു. അതായത് നമ്മൾ വൈകിട്ട് അത്താഴം കഴിക്കുമ്പോൾ പലപ്പോഴും ഇപ്പോഴും നമ്മളിങ്ങനെ വിദ്യാഭ്യാസമായി നമ്മൾ പുരോഗമനരായി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കി അവരാണ് വന്ന് വിളമ്പി കൊടുക്കേണ്ടത്, ബാക്കിയുള്ളവർ ഇരുന്ന് കഴിക്കത്തേ ഉള്ളൂ. എന്തുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് ആഹാരം കഴിക്കുന്ന ഒരു രീതിയിലേക്ക് പോയില്ലേ? എന്തുകൊണ്ട് വൈകുന്നേരമെങ്കിലും അത്താഴ സമയത്ത് നമ്മൾ ഈ ആഹാരം ടേബിളിൽ കൊണ്ട് എല്ലാം സെർവ് ചെയ്തിട്ട്, നമ്മൾ കല്യാണത്തിനൊക്കെ ടേബിളിൽ കിട്ടുമല്ലോ ബൗളിൽ, എല്ലാം സെർവ് ചെയ്തിട്ട് ആ അമ്മയും കുഞ്ഞുങ്ങളും നമ്മളും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചിരുന്ന് കഴിക്കും. അപ്പോൾ അവിടെ ഒരു ബോണ്ടിങ് വരും. നമുക്ക് കുറച്ചുകൂടെ അന്നേരം ഈ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ക്ലാസ്സിൽ മാർക്ക് കിട്ടാത്തത് അതോടുകൂടി പദ്ധതിയെ പൊളിഞ്ഞു പോകും. പിന്നെ അവർക്ക് ഇരിക്കണമെന്ന് തോന്നുന്നില്ല. ബാംഗ്ലൂരിൽ ഒരു അണ്ടർവേൾഡ് ഡോണിനെ ഇന്റർവ്യൂ ചെയ്തായിരുന്നു, അഗ്നി ശ്രീധർ എന്ന് പറഞ്ഞു. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു, ഭയങ്കര മിടുക്കൻ. മാതൃക പിന്നെ അധ്യാപകന്റെ ഒരു മകൻ, IAS റിട്ടേൺ ടെസ്റ്റ് പാസ്സായ ഒരാളാണ്. അങ്ങനെ തെന്നി അധോലോകത്തിലേക്ക് പോയി വന്ന തലതല മാറിപ്പോയത്. പുള്ളി പറഞ്ഞ ഒരു ഡയലോഗുണ്ട് എൻ്റെ ഇന്റർവ്യൂ പറയുന്നത്, ഇഫ് ദ മദർ ഈസ് ഹാപ്പി ഹോൾ ഫാമിലി ഈസ് ഹാപ്പി. അമ്മ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ കുടുംബം മുഴുവൻ അല്ല ഒറ്റ കാര്യം കൂടെ ഉള്ളായിരുന്നു ഈ മൈഗ്രേഷൻ. അല്ല അതാ പറഞ്ഞത്, ഈ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസത്തിൽ നമ്മുടെ നാട്ടിൽ പിടിച്ചേർത്ത് അങ്ങനെ ആ ഒരു കൺസെപ്റ്റില് നമ്മുടെ ഒക്കത്തില്ല. അല്ല അച്ഛൻ ഞാൻ പറയുന്നത് അതാ പറയുന്നത്, ഇവിടെ എന്ത് മേഖലയിൽ ഗവൺമെന്റ് ശ്രദ്ധിക്കണമെന്ന് അച്ഛൻ പറയുന്നത്, അതോടെ നിർത്തുക. ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇവിടുത്തെ അസറ്റ് വെച്ച് പറയണം. അല്ല, ഞാൻ ഈ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദൈവം നൽകിയിരിക്കുന്ന ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്, അതുപോലെ നമ്മുടെ ടൂറിസം ആയിരിക്കണം. ടൂറിസത്തിൽ കൂടെ കോടികളുണ്ടാകും, കോടി. അതിന്റെ ബൈ പ്രോഡക്ട്സ് തന്നെ ഒരുപാട് വരും. കാര്യം നമുക്ക് നല്ല മലനിരകളുണ്ട്, നമുക്ക് കുട്ടനാട് പോലുള്ള ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, നമുക്ക് കോസ്റ്റൽ കിടക്കുന്നുണ്ട്. ഈ ഇത്രയും മൂന്നും കൂടെ ചേർന്ന് വരുന്നത് ലോകത്ത് ഒരിടത്തും ഇല്ല. ഈ മൂന്നും കൂടെ ഒരുമിച്ച് തന്നെയല്ല. ഈ കാലാവസ്ഥ കണ്ടില്ലേ, ഉടുപ്പും മുണ്ടും ഒക്കെ ഇട്ട് നമുക്ക് കിടക്കാം. അമേരിക്കയിൽ ഇപ്പൊ പറ്റൂ, കോട്ടും ഇതെല്ലാം ഇട്ടുകൊണ്ട് മഞ്ഞത്ത് കിടക്കണ്ടേ? അതെ, നമുക്ക് ഏത് കാലാവസ്ഥയിലും മനസ്സിലാവുന്നില്ല. ഇത് ഈ ഒറ്റ സാധനത്തില് നമുക്ക് ഈ സ്വിറ്റ്സർലൻഡ് ഒക്കെ പോയതുപോലെ ഭയങ്കര ഒരു കാര്യവുമില്ല. വെരി ഹാപ്പി. അച്ഛൻ പറഞ്ഞത് ഞങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്തു. അതോടൊപ്പം തന്നെ അതെനിക്ക് എങ്ങനെ ആയാലും ഇപ്പൊ അതൊരു ഇപ്പൊ സമയം തയ്ച്ചാ മോളെ ഒന്ന് ഗുണിച്ചേ $1000 വെച്ച് 10 മിനിറ്റിന്. പക്ഷെ ഇപ്രാവശ്യം അല്ല, അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ പോലെ ഒരാളെ ഞങ്ങളുടെ കൂടെ ഒരു ഇന്റർവ്യൂ എന്നല്ലേലും ഞങ്ങളിത് ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും ചോദിക്കണ്ട അച്ഛനോട്. അന്നേരം അത് ചെയ്തതുകൊണ്ടുള്ളൊരു ഗുണം എന്തോന്ന് ചോദിച്ചാൽ, ഇതൊക്കെ കുറേ ആൾക്കാർ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്തായാലും ഡെയിലി 10,000 പേര് കാണും. ഒരു 90% വീഡിയോകളും 10,000 പേര് കാണുന്നുണ്ട്. പക്ഷേ ഒരിക്കലും എൻ്റെ വീഡിയോസ് കാണുന്ന ആൾ ഇത് താല്പര്യം ഇല്ലാത്തവരല്ല. ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞപ്പോഴും ഇതിനകത്ത് ഏതാണ്ട് ഒരു 20ഓളം പേര് കൃത്യമായി കേട്ടുകൊണ്ടിരിക്കുക, ഇത്രയും മണിക്കൂറോളം. മനസ്സിലാവുന്നോ? കാരണം എന്താണെന്നറിയാം, അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് നോളജാണ്. അച്ഛൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്നും കിട്ടും. പക്ഷേ അച്ഛൻ പറയുന്നതിൻ്റെ കൂട്ട് ഒരു സക്സസ് ആയ ഒരാൾ, അല്ലെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഇത്രയും ഭൂമി ഇത്രയൊക്കെ ആക്കി ഇടുമ്പോൾ അച്ഛനൊരു പർപ്പസ് ഉണ്ട്. ഇത് എനിക്ക് എൻ്റെ പിതാവ് തന്ന പ്രോപ്പർട്ടിയാണ്. ഏക്കറോളം ഉണ്ട്. ശരി. ഇത് മൊത്തം അച്ഛൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ലേ? ഇല്ല, ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഫാദറിനോട് ചോദിച്ചു എന്തായിരുന്നു കിങ്സ് കോളേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ പഠിപ്പിക്കണം, വീട്ടിലെ ചെലവ് കഴിയണം, ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. ഈ 2 കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പർപ്പസ് കഴിഞ്ഞ് ഇത് എക്സസ്സാണ്. ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്, എനിക്ക് അത്രയത്തിനുള്ള എനിക്ക് 2 പെൺമക്കളാണ്, അവർക്കും വളരെ ഒരു ആവറേജ് രീതിയിലുള്ള ഒരു ജീവിതം. അപ്പോൾ ഇത് തിരിച്ച് കൊട്ടാരക്കരയ്ക്ക് പോകേണ്ടത്.
മനസ്സിലായ? അതാണ് ഈ പ്രോജക്റ്റിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ നമ്മള് കിങ്സ് നടക്കുന്ന സമയത്ത് ഏതാണ്ട് 50% കുട്ടികൾ ഫീസ് ഇളവോ അല്ലെങ്കിൽ സൗജന്യമായിട്ടോ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇൻകവും ഈ ഗേറ്റ് കടന്നു പോകത്തില്ല. എന്നോട് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുന്നു. ജോജോ എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നത് അച്ഛനെ പിടിച്ച് ഇവിടെ നിർത്തരുത്, അമേരിക്കയിൽ തന്നെ വിടണം, അദ്ദേഹത്തെ നമുക്ക് ആവശ്യമുള്ള ആളാണ്. പിന്നെ ഒരാൾ പറയുന്നത് ഞാൻ ഇന്ന് ഒത്തിരി ഓഫീസിൽ പോകാൻ ഒത്തിരി ലേറ്റായിപ്പോയി, അദ്ദേഹത്തിന് അച്ഛൻ മണിക്കൂറിൽ 1000 രൂപ മിനിമം കൊടുക്കണം. 1000 രൂപ എനിക്ക് കൊടുക്കും. അച്ഛന് ഡോളർ തരണമെന്ന്. പിന്നെ ബിജോ പറയുന്നത് നല്ലൊരു മെസ്സേജ് ആയിരുന്നു, താങ്ക് യു. അപ്പം ഞങ്ങളും അച്ഛൻ്റെ സംഭാഷണത്തിലും സമയത്തിനും ഒക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.